ഉദാഹരണത്തിന് ചെന്നെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യ, ഒരു ഫക്കീറായ ഒരു മനുഷ്യ വന്നിട്ട് നിസ്കാരത്തിൽ ഒന്നാമത്തെ സപ്പിൽ തെച്ചിര, നീ വലിയ പൈസക്കാരായിട്ടിക്കിട് പിന്നെ പണ്ടത് നിന്റെ പൈസത്തെ മനസ്സിലാക്കിയിട്ട് ഗൗരവ കൊടുത്തിട്ടു നിക്ക് ഒന്നാമത്തെ സഫ് പുട്ടു തറന്നോട്ട് ഇസ്ലാം പഠിപ്പാട്ടിട്ടില്ല. മനസ്സിലാക്കണം, ഇസ്ലാം പാവത്തങ്കും പൈസക്കാർക്കും കാട്ടിയ ആ ഒരു നിലപാട് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കണം. എന്നൊരു ഉദാഹരണം ചെല്ലെങ്കിൽ മക്കത്തേക്ക് എല്ലാവരും പോയോണ്ടിക്കിടാറ്, അവിടെ ഹറമുടെ സുൽത്താൻ രാജാവ് വന്നെങ്കിലും അയാളുടെ ഡ്രസ്സ് അതെ, ഏത് ആ കൽത്തുകും തുണി മാത്ര. നാണേന് പട്ടുടുക്കിടെ അല്ലെങ്കിൽ കമീസിടെ ചെന്നിട്ട് അവിടെ തവാഫ് ചെയ്യാകോ അല്ലെങ്കിൽ ഉംറ ചെയ്യാകുള്ള അധികാര അവിടെ ഇല്ല. എന്തുമില്ലാത്ത പാവത്തോണി എങ്ങനെ ഉംറാക്കിട, അതുപോലത്തെ ഒരു അവസ്ഥ അവണുകും. അപ്പൊ മൊത്തത്തിൽ ഇസ്ലാം എന്നുള്ളത് പൈസക്ക് ബലയില്ലാണ്ട് പാവത്തനക്ക് മാത്ര ഗൗരവോടുകൂടെ ഒരു മതായിട്ടിക്കിട് ഇസ്ലാം. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിൽ നിന്നതിക്ക് നിങ്ങൾ കരുണ ചെയ്യണോ, എന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താക്കും, കരുണ ചെയ്യൂ. നബി തങ്ങ എവിടത്തോളം പഠിപ്പാട്ടി ചെന്ന ഒരു പാവത്ത മനുഷ്യക്കട്ട് ഒരു പൈയുടെ പാല് കറക്കുമ്പോ, ഒരു പൈയുടെ പാല് കറക്കുന്ന ടൈമിലോ നീ ഉಗುರು വെച്ചിട്ട് കറക്കോകു തീരാ, ഉಗುറി വെച്ചിട്ട് നീ പാല് കറക്കോകു തീരാ. കാരണം എന്തേ, ചിലപ്പോ നിന്റെ ഉಗುರು തട്ടിട്ട് പൈയുടെ പാൽ ആ മുലക്ക് ചിലപ്പോ നൊമ്പലായി പോയെങ്കിൽ അള്ളാഹുടെ മുട്ട നിക്ക് ചോദ്യിക്കൂ. ഈ ഒരു ധർമ്മമായിട്ടിക്കടി ഇസ്ലാം ധർമ്മ. അപ്പൊ ഇവിടെ മനുഷ്യന്മാർ പല വിധത്തിൽ ഇതിന് തെറ്റിദ്ധാരണാക്കി പല രൂപത്തിൽ കൊണ്ടുപോയിട്ടുള്ള. പൈസക്കാരെ കാണുമ്പോൾ ഒരാൾ എണിച്ച് നിൽക്കിടെ, അങ്ങക്ക് കൈ കൊടുക്കടെ. ചില പള്ളിയിൽ ഉസ്താദന്മാർ അടക്കമുള്ളത് പൈസക്കാർക്ക് മാത്രം ബഹുമാന, പാവത്തങ്ങൾക്ക് ബഹുമാനം ഇല്ല. പാവത്തങ്ങളെ കാര്യക്രമത്തിന് ബലയില്ല, പൈസക്കാർക്ക് ബല. നാ ചെന്നോണ്ടുള്ളത് അത് നീതിയല്ല. പൈസ ഇണ്ട് കൊടുക്കട, നാലവന്റെ ഫക്കീറാക്കട, അത് അള്ളാഹു ആയിട്ടിക്കട്. ഒരു ഉദാഹരണം ചെന്നോണ്ടുള്ളത് വന്യരായ ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ആലിക്കുഞ്ഞ് ഉസ്താദ് ഞങ്ങൾ കാഞ്ഞങ്കാട് ബല്ലകടപ്പുറത്ത് പഠിക്കുന്ന ടൈമിലോ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ഔത്തര കാട്ടിട്ട് ചെന്ന് ഈ ഔത്തര വിഷയം നിങ്ങൾ കൊന്തുണ്ടാ നല്ല പല ജണ്ട് തട്ടരാവാ. അപ്പൊ എന്ത് ഞങ്ങൾ കൊന്തില്ല, ഈ ഔത്തര വലിയ അത്ഭുതകരമായ ഒരു ചരിത്രം ഈ ഔത്ത് കൊണ്ടു. ഈ ഔത്തുള്ള അണ്ടത്തെ കാലത്തില് ഫസ്റ്റ് സ്ലാപ്പിടവ കെട്ടിയവണോ ഈ ഔത്തറോണായിട്ടിക്കിട്. അപ്പൊ ആയിട്ടിക്കിട അയാളെ പെഞ്ഞായി കർപ്പുഞ്ചി. ഈ പഞ്ഞായി കർപ്പുഞ്ചായും കേരളത്തിലെ പേത്ത് നോക്കുക അല്ല, എന്തൊരു ചെല്ല ഇന്നക്കിരിക്കല് എന്റെ ഭാഷ നക്കിരിക്കല്ല മലയാളമായിട്ടിക്ക്. അപ്പൊ ചില അപ്പറിപ്പറല്ല കുന്തിക്കില്ല. ഈ പേത്ത് നോക്കണുണ്ടല്ലേ അല്ലേ, ആ പേത്ത് നോക്കുക ഒരു പെണ്ണിങ്ങ വന്ന് ഇയാളെ പെഞ്ഞായിടെ പേത്ത് നോക്കുക പിന്നെ വന്നിട്ടാകുമ്പോ അയിമ ഒരു 5 തിങ്കളത്തെ കർപ്പുഞ്ചി ആറ്. ഇപ്പൊ പേത്ത് നോക്കിടെ വിട്ടിട്ട് ഏതും ആൾ കിട്ടില്ല, കോണ്ടാക്ട് കൊടുത്തെങ്കിലും ഇല്ല ആൾ. ഇപ്പൊ പേരിലേക്ക് മുന്നുള്ള കർപ്പുഞ്ചാവിടേക്ക് മുന്നുള്ള ആലോചന ആക്കണം, ആറുണ്ട സ്വറത്ത് കിട്ടും. ഇല്ലെങ്കിൽ ഓണെ റെഡി ആവണം, മാപ്പിളമേ റെഡി ആവണം. ഇല്ലെങ്കിൽ അങ്ങനത്തെ പെണ്ണിങ്ങൊന്നും കിട്ടില്ല. കാരണം ആറ് റെഡിയില്ലേ, ആറ് ഹിദുമത്തെടുക്കൂ അടിമപ്പ സൊറാക്കൂ ഇണ്ട് ആറ് റെഡിയില്ല. അങ്ങനത്തെ കാലം എത്തിപ്പോയി. ഏതായാലും ഞാൻ ചെന്നോണ്ട് പണ്ട് അങ്ങനെയല്ല, എവിടെ സ്വറമുണ്ടും തേഴിയോണ്ട് പോണ്ട ഒരു കാലം. അങ്ങനെ ഈ പെണ്ണിങ്ങ 4 തിങ്കളത്തെ കർപ്പുഞ്ചി അയ്യ പെണ്ണിങ്ങ അർത്ഥ തയ്യ പെണ്ണിങ്ങാൻ ഈ സ്വർത്തുക്ക് പോയ പെണ്ണിങ്ങ. അപ്പോളായിട്ടിക്കടി ഈ ഔത്തര മുതലാളി ഈമ കർപ്പുഞ്ചിന് കൊന്തായിട്ട് ചെന്ന് നീ നക്ക് സ്വർത്ത് കാവലേ, കാരണം നിന്റെ പിഞ്ഞായുടെ ഹിദുമത്തെടുക്കുക നീ പണ്ട്, നീ കർപ്പുഞ്ചായ നിന്റെ ആരോടെ എടുക്കടേ ഹിദുമത്ത്. അപ്പാ പെണ്ണിങ്ങ ബുൽപ്പിട്ടിട്ട് അവിടെ ചെന്തൂല, നാണ് വലിയ കഷ്ടത്തിലുള്ള നിങ്ങളെ പെഞ്ഞായുടെ പോലെ നക്ക് റെസ്റ്റൊന്നും വേണ്ട, എന്തു സ്വറയിന്നെങ്കും നാൻ ആക്കുക റെഡിയുള്ളേ, നാൻ ഏത് നിലക്കും ഹിദുമത്തെടുക്ക. നന്റെ നിങ്ങ കടത്തിയെങ്കിൽ നന്റെ പെഞ്ഞായി മക്ക പട്ടിണിയായിപ്പോ, നന്റെ കുടുംബ പട്ടിണിയായിപ്പോ. അതുക്ക് പെൺമായിട്ട് നാ വന്നോണ്ടുള്ളേ. പക്ഷേ ഈ മനുഷ്യ പൈസത്തെ അഹങ്കാരം കൊണ്ട് ആ പെണ്ണിനെ സ്വീകരിച്ചില്ല. ആ പെണ്ണിങ്ങ ബുൽപ്പിട്ടിട്ട് ആ ഉത്തര പോയിത്ത് സംഭവം എന്തിനെ കൊണ്ടുണ്ട. പിന്നെ സംഭവം എന്തിനെ കൊണ്ടുണ്ട, അല്ലാഹു തആല അവിടെ നൽകിയത് തെല്ല് ടൈം കഴിയുമ്പോൾ ഈ മനുഷ്യ കടത്തിൽ മുങ്ങിയിട്ട് അവല്ല ബാങ്കിൽ പണയ വെക്കേണ്ട വന്ന്
അവസാന ഈ ബാങ്കില് അവ ഏലമാവുടെ വിഷയം കേൾക്കുമ്പോത്തുകു ഈ ഏലമോ എടുക്കുക വന്ന വ്യക്തി ആർക്കുന്നുണ്ട ഈ പെണ്ണുങ്ങളെ ഭയത്തിൽ 4 തിങ്കളത്തെ കർപ്പുഞ്ചായ കിടാവില്ലേ, ആ കിടാവ് കുവൈത്തുക്ക് പോയിട്ട് 23 വർഷം കഴിഞ്ഞിട്ട് കയ്യിൽ തെല്ല് സമ്പത്തായിട്ട് രായത്ത് വന്നപ്പോ ഇങ്ങനത്തെ ഒരു അവ ബാങ്കില് ഏലമാവോട് ചെന്നിട്ട് ആ കിടാവായിട്ട് ബാങ്കിയുടെ ഏലം എടുത്തിട്ട് ഇണ്ട് ആ ഉത്തുള് ദയിക്കിടത് ആർക്കുന്നുണ്ട അണ്ട് ഭർത്താക്കിയ പെണ്ണുങ്ങളെ ഭയത്തിലുള്ള കിടാവും അതുപോലെ തന്നെ ആ ഉമ്മായിട്ട് കിട്. അപ്പാ നിന്റെ പൈസ സമ്പത്ത് അതൊക്കലും ബലയല്ല. പൈസ ഇല്ലാത്തവനെ പാവത്തവനെ അംഗീകരിക്കുക ആറും റെഡിയുള്ളാറ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന സംഭവം നീട്ടില്ല നിപ്പാട്ടിക്കൊണ്ടുള്ളേ. മഹാനായ സയ്യിദിന അബൂ മുഹമ്മദ് ജരീർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ തെച്ചോണ്ടിരിക്കുമ്പോ പള്ളിക്ക് ഒരു മുസാഫിർ ബന്ത് ഞങ്ങണ്ട് ഒരു അർജി കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾ തിരസ്കരിച്ചോണ്ടുള്ള വലിയൊരു നോട്ടയില്ലേ, കലക്ഷനുകൾ വന്നെങ്കിൽ ഞങ്ങൾ വലിയൊരു പരിഗണിക്കില്ലേ, ബേജാറ് ചെന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ താങ്ങില്ലേ, എല്ലാവരും ഇങ്ങനെ കലക്ഷന് ഇങ്ങനെ ചെന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ ആ ചെന്നോണ്ടുള്ളത് നിന്റൊട്ട കൊടുക്കൂ തീരില്ലെങ്കിലും നിന്റൊട്ടുള്ള ആ പുഞ്ചിരിയും അങ്ങനെ നൊമ്പലാക്കാത്ത ഒരു പരിസ്ഥിതി നിന്റെ ജീവിതത്തിൽ കാണണു. നീ അങ്ങനെ ഇങ്ങനെ കാരണം എന്താ അള്ളക ബില്ല് സൊറല്ല. 1 ഗಂಟೆ കൊണ്ട് 1 നാള് കൊണ്ട് നിന്റെ അതേപോലത്തെ അർജി പിടിപാട്ടിട്ട് നടത്തോകൂ. അള്ളാഹു ബില്ല് ടൈം ഒന്നും ഇല്ല. ഞാൻ ചെന്നോണ്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദിന അബൂ മുഹമ്മദുൽ ജരീർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ തെച്ചോണ്ടിരിക്കുമ്പോ ഒരു മുസാഫിർ പള്ളിയിൽ ഉൾക വന്നിട്ട് ചെന്ന് നക്കത്തെല്ല അലസ വേണു. അലസ നേരത്തെ ഇത്ത അതൊരു കേരളത്തില ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മണ്ണിയായിട്ട്. അപ്പൊ ഇയാളെ മനസ്സിക്ക് തോന്നിയിട്ട് ബന്ദിര മുസാഫിറായിട്ട് നന്തൊട്ട് അലസ കേട്ടോ. നിങ്ങൾ ഇപ്പം അല്ലേ അങ്ങനെയല്ലേ, ഇപ്പം ഞങ്ങളെ ഒത്തുക്ക് ഞങ്ങളെ ഒരു പള്ളിയിലിരിക്കുമ്പോൾ ഒത്തുക്കു ഒരാൾ വന്നിട്ട് ഒരു മുസാഫിർ നക്കി ഇറച്ചിരി കറി പേടും ചെന്നാൽ ഞങ്ങൾ കൊടുക്കോ റെഡി ഉണ്ടാ അല്ലേ, ഞങ്ങൾ കൊടുക്കോ റെഡിയില്ലേ. ഇയാളെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ഭാവന വന്ന് അയാൾക്ക് അലസ കൊടുക്കൂ റെഡിയായില്ല. സുബ്ഹാനല്ലാഹ്, ഇയാൾ ചിന്തിച്ചത് പള്ളി ഒരു മുസാഫിറായിട്ട് വന്ന മനുഷ്യക്ക് ഞാൻ എന്തിരിക്ക് തക്കരിക്കണോ ആദരിക്കണോ. അല്ലാ അണ്ട് ജാവു സയ്യിദുന അബൂ മുഹമ്മദുൽ ജരീർ റളിയല്ലാഹു അൻഹു അതാ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കിനാവ് കാണുമ്പോ നബി തങ്ങ നോക്കില്ല, സലാമു ചൊല്ലുമ്പോൾ സലാമു മടക്കില്ല. ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദുൽ ജരീർ തങ്ങള് വല്ലാത്ത കങ്കാലായി പോയിട്ട് ഞാൻ എന്തിരെ തപ്പാക്കിരെ, ഞാൻ എന്തിരെ ബേജാറാക്കിര. സുബ്ഹാനല്ലാഹ്, അപ്പളായിട്ട് കിട് മറുപടി വന്നത് മോനെ നിന്റെ മുട്ട വന്നിട്ട് ഒരു പാവത്ത മനുഷ്യ അലസ കേൾക്കുമ്പോ ഒരു മണ്ണി കേൾക്കുമ്പോ നീനു കൊടുക്കാണ്ട് നിസാരമായി കണ്ടില്ലേ. പക്ഷേ ആ മനുഷ്യ നക്കുബേന്മായ ആളായിട്ട് കിടി. അവന്റെ കയ്യിൽ പൈസ സമ്പത്തില്ലെങ്കിലും നന്റെ പിരിസ വെക്കിട ആളായിട്ട് കിടി. അല്ലാ വറക്കിട ഇയാള് ഇഷ്ടാർത്ഥായിട്ട് ആ മനുഷ്യനെ മുട്ട ഓടിയോണ്ടുണ്ടോ. ഓടിപ്പോയി കേക്കിട് നിങ്ങൾക്ക് എന്തിനെ വേണോ, നാണ് നിങ്ങ കേട്ടത് തറകുറടിയുള്ള. അപ്പളായിട്ട് കിട മനുഷ്യ ചൊല്ലത് നക്കെന്തും വേണ്ട, നന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹ് നക്കതാ നല്ല ഭക്ഷണം കൊണ്ടു തന്നിരി, നാന് കഴിച്ചിരി, നന്റെ വയറ് നിറഞ്ഞിരി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ ബദിയാറ് ജമാഅത്തിരങ്ങാക്കിട ഒരു പാവത്ത പെണ്ണിടെ മങ്ങില. സുബ്ഹാനല്ലാഹ്, അതിക്ക് സഹായിച്ചങ്ങ സഹകരിച്ചങ്ങക്ക് വലിയ ഒരു പ്രതിഫലായിട്ട് കിടി. അല്ലാഹു അതിരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കുഞ്ഞിക്കുട്ടി കൈകാട്ടി ഇറക്കാണ്ട് കിടത്തത്തിലാവാണ്ട് ആരുടെ നിഅമത്തിനെ കൊതിക്കാണ്ടുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു നല്ല കാര്യക്രമമായിട്ട് കിട് എൻ്റെ ബദിയാറങ്ങ് അയക്കൊണ്ടുള്ളത് ഇൻഷാ അല്ലാഹ്. കൽജ വർഷം ആക്കിരാറ് ഇനിയും അൽഹംദുലില്ലാഹ് ഞങ്ങളെ ജമാഅത്തിനങ്ങളമേ തെരഞ്ഞെടുത്തിട്ട് നല്ല നല്ല രൂപത്തിലുള്ള സഹകരണം ആക്കൂ. കാരണം ഇതൊരു മങ്ങില മാത്രമല്ല,
ചെമ്മ വിഷയക്കിട്, ചെമ്മ സീക്കിൽ കിടന്നങ്ങിക്കിടാറ്, അതുപോലെ അവയില്ലാത്തങ്ങിക്കിടാറ്, സ്വറയില്ലാത്തങ്ങിക്കിടാറ്, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് പരിഹരിച്ച് മുന്നോളൂ. ഒരുപാട് പാവത്തങ്ങൾക്ക് നല്ല കാഴ്ചവെക്കുള്ള ഒരു അവസരം അള്ളാഹു ബദിയാറ് ഈ റായത്തങ്ങൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇത് ഖിദ്മത്തെടുത്ത ഇതിക്ക് കഷ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബിസ്മില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.